2, അശേര പ്രതിഷ്ഠകളും 3 വിഗ്രഹങ്ങളും. നമ്മുടെ പള്ളിക്കകത്ത് പിന്നെ വിഗ്രഹങ്ങളൊന്നും എന്തില്ല, ഇല്ല. വീട്ടിലും കാണാൻ സാധ്യത കുറവാണ്. പക്ഷെ ചിലതിൻ്റെയൊക്കെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ സാധനം. ആമേൻ. ചിലത് ഹൃദയത്തിൻ്റെ അകത്തും കൊണ്ട് നടക്കും, ചിലത് മൊബൈലിൻ്റെ അകത്തും കൊണ്ട് നടക്കും. പക്ഷേ ആ പറഞ്ഞത് മാത്രം ഞങ്ങൾക്ക് അത്രയും പിടിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് എടുത്തു കളഞ്ഞാലും മൊബൈലിൻ്റെ അകത്തുനിന്ന് എടുത്തു കളയാനായിട്ടങ്ങ് പറ്റുന്നില്ല. ചില സമയത്ത് അറിയാണ്ട് രാത്രിയിൽ ഒരു 12 മണി കഴിയുമ്പോൾ എന്തു ചെയ്യും? ഉറങ്ങിയോ എന്നുള്ളൊരു മെസ്സേജ് മാത്രം. കഴിഞ്ഞ ദിവസം ഒരു 62 വയസ്സുള്ള ഒരു അച്ചായനും 57 വയസ്സുള്ള ഒരു അമ്മാമ്മയും കൂടി എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ. ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് വന്നത്. ഞാനോർത്ത കുടുംബ വഴക്കാണെന്ന് വിചാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയപ്പോൾ ഈ അമ്മാമ്മ എന്നോട് പറയാ, പാസ്റ്റർ ആ മനുഷ്യൻ്റെ ഫോണൊന്ന് മേടിച്ചു നോക്കാൻ. പുള്ളിക്കാരൻ ജീവൻ പോയാൽ തരികയല്ല. എൻ്റെ പിള്ളേരെ അടിക്കുന്ന ഒരു ചൂരവടി അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ വടി എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മൊബൈൽ ഇവിടെ തരാൻ പറഞ്ഞു. മൊബൈൽ തുറന്ന് നോക്കിയപ്പം ഏതോ നാട്ടിൽ കിടക്കുന്ന 60 വയസ്സുള്ള ഒരു അമ്മാമ്മയുടെ ഫോട്ടോ അതിൻ്റെ അകത്ത് കിടക്കുന്നു. നമ്മുടെ അച്ചായമാരും അമ്മമ്മമാരൊക്കെ വിചാരിച്ച് അവരെക്കുറിച്ചില്ലല്ലോ എന്നാണ് വിചാരിച്ചേ. അവരാ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? കൂടെ നിൽക്കണേ, വഴക്കൊന്നും ഉണ്ടാക്കരുത്. സ്തോത്രം. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. മക്കളോ, ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നിന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഇടുക്കിയിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താ പഴഞ്ചൊല്ലെന്നറിയാമോ? അമ്മ വേലി ചാടിയ മകള്, ഞാൻ പറഞ്ഞിട്ടില്ലേ എവിടെയാ ചാടിയെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ചെറിയൊരു വേലിക്കെട്ട് ചാടുമെന്നാണ് പറയാൻ വന്നേ. അപ്പം മതിൽ ചാടുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. മാതാപിതാക്കൾ നന്നാകാതെ മക്കൾ എങ്ങനെ ഗുണം പിടിക്കും? മാതാപിതാക്കൾ നേർവഴിക്ക് നടക്കാതെ മക്കൾ എങ്ങനെ നന്നാകും? അപ്പനപ്പൂപ്പന്മാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തു വെച്ചതിൻ്റെ പാരമ്പര്യത്തിൻ്റെ അനുഭവങ്ങളെല്ലാം തലമുറകളിലേക്ക് കടന്നു കയറി വന്നുകൊണ്ടിരിക്കുകയാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ഞാൻ ഇന്ന് പകലിൽ പ്രവചനാത്മാവിൽ പറയുകയാ, മാതാപിതാക്കളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്ക്. നിങ്ങളുടെ തലമുറകളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരുമിച്ച് മുന്നേറാം, നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിടേണ്ടത് വിട്. ഇന്ന് പകലിൽ നമ്മുടെ തലമുറകളെ നാശത്തിലേക്ക് പറഞ്ഞു വിടരുതേ.